ഈ രുദ്രാക്ഷം ധരിച്ചാൽ എന്താണ് പ്രയോജനം എന്നായിരുന്നു പറഞ്ഞു വെച്ചത്. അതിൽ നമ്മൾ അതിൻ്റെ ഈ എനർജി ഫ്ലക്ച്വേഷൻ നമുക്ക് വരാൻ സാധ്യതയുണ്ടെന്നും അത് മറികടക്കാൻ വേണ്ടിയിട്ട് രുദ്രാക്ഷത്തിൻ്റെ എനർജി നമ്മളിൽ ഒരു ഇൻവെർട്ടർ ഘടിപ്പിച്ചത് മാതിരി നമുക്ക് സ്റ്റെബിലിറ്റി തരുമെന്നും പറഞ്ഞു. അത് കൂടാതെ അത് എക്സ്പാൻഷൻ തരുമെന്നും പറഞ്ഞു. ആ എക്സ്പാൻഷനെ കുറിച്ച് ഒന്നും കൂടി വിസ്തരിച്ച് പറഞ്ഞാൽ നന്നായിരിക്കുന്നു തോന്നുന്നു. നമ്മുടെ ഡിഷ് ആൻറ്റിനയുടെ നമുക്ക് പണ്ട് ഡിഷ് ആൻറ്റിന കണ്ടിട്ടുണ്ട്. ആ ഡിഷ് ആൻറ്റിനയിൽ അതിൻ്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കതിൽ കിട്ടുന്ന സിഗ്നൽസും അതിനെ ആശ്രയിച്ചായിരിക്കും നമുക്ക് അവിടെ പിക്ചർ ക്ലാരിറ്റിയും ഉണ്ടാവുന്നത്. നമുക്ക് സാമാന്യേന അറിയാം. അതേപോലെ രുദ്രാക്ഷത്തിൻ്റെ ഒരു രുദ്രാക്ഷം ധരിക്കുക, 2 രുദ്രാക്ഷം ധരിക്കുക, 5 രുദ്രാക്ഷമോ 10 രുദ്രാക്ഷമൊക്കെ ധരിച്ചിട്ട് ആ ഓരോ രുദ്രാക്ഷമണിയുടെയും എനർജി ലെവലിൽ കൂട്ടിച്ചേർത്ത് വലിയൊരു എക്സ്പാൻഡഡ് ഓറ ഫീൽഡ് രുദ്രാക്ഷത്തിനുണ്ടായാൽ നമ്മൾ ധരിക്കാൻ പോണ വ്യക്തിക്ക് ഏകദേശം ഒരു സ്ഥിരമായിട്ട് ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 8 അടി ഓറ ഉണ്ടാവും എന്ന് കരുതുക, വെറുതെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിന് പല തർക്കങ്ങളുണ്ട്. അതിൽ ഒരു 8 അടി ഓറയുള്ള ഒരാൾ ഒരു 40 അടി ഓറയുള്ള ഒരു രുദ്രാക്ഷ മാലയോ അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷ കോമ്പിനേഷനോ ധരിച്ചു കഴിഞ്ഞാൽ ആ ധരിച്ച ആൾക്ക് അയാളുടെ 8 അടിയും ഈ രുദ്രാക്ഷത്തിൻ്റെ 40 അടിയും കൂടി ചേർന്നിട്ട് 40 അടി ഓറയായിട്ട് അത് വികസിക്കും. അപ്പോൾ അയാളുടെ ഓറ ലെവൽ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് അയാളിലേക്ക് കിട്ടുന്ന കോസ്മിക് കളക്ഷൻ കൂടുകയും അതിനെ തുടർന്ന് അയാളുടെ ജീവിതത്തിന് നല്ല ക്ലാരിറ്റിയും നല്ല പ്രോസ്പെരിറ്റി ഉണ്ടാവാനും അയാളുടെ സാമർഥ്യം നല്ല രീതിയിൽ വർദ്ധിക്കാനും കാരണമാവും. ഇതുപോലെ തന്നെ ഈ രുദ്രാക്ഷത്തിൻ്റെ ഫിസിയോളജിക്കൽ ഭാഗവും കൂടി നമുക്ക് ചിന്തിക്കാൻ പോകും. എനർജി ലെവലിൽ ഞാൻ പറഞ്ഞു. ഇനിയും പറയാം, നമുക്ക് ശരീരത്തിൻ്റെ അകത്ത് നമ്മുടെ ഫിസിയോളജിയിൽ വരുന്ന വേരിയേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് രുദ്രാക്ഷത്തിന് സാധിക്കും എന്ന് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആധുനിക ഭാഷയിലേക്ക് മാറ്റി പറഞ്ഞാൽ രുദ്രാക്ഷം ഒരു ഡീടോക്സിഫിക്കേഷൻ ഏജൻ്റ് ആണ് എന്ന് തന്നെ പച്ചയ്ക്ക് പറയാൻ പാകത്തിനുള്ള വക നമ്മുടെ പുരാണങ്ങളിലുണ്ട്. പുരാണങ്ങൾ പറയണു, സർവപാപഹരമാണ് രുദ്രാക്ഷം. ഒരാൾ രുദ്രാക്ഷം ധരിച്ചാൽ അയാളുടെ സർവ്വപാപങ്ങളും നീങ്ങിപ്പോകും, പാപങ്ങളെല്ലാം നശിച്ചു പോകും. ഇനിയും അയാൾ പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ പാപങ്ങൾ ഉണ്ടായി വരുന്ന മുറയ്ക്ക് തന്നെ അതിനെ നിഷ്കാസനം ചെയ്ത് ഇല്ലായ്മ ചെയ്ത് കളയും രുദ്രാക്ഷം. അതേപോലെ അയാളുടെ പുണ്യങ്ങളെ അത് മൾട്ടിപ്പിൾ ചെയ്യിപ്പിക്കും രുദ്രാക്ഷം. ഇനിയും പുണ്യങ്ങൾ അയാൾ സമ്പാദിക്കുന്നുണ്ടെങ്കിലോ അതിനെ വീണ്ടും മൾട്ടിപ്പിൾ ചെയ്യിപ്പിക്കും. രുദ്രാക്ഷം പാപഹരമാണ്, പുണ്യപ്രദായനവുമാണ്. ഈ സംഗതി ഒരു മിസ്റ്റിക്കായിട്ടുള്ള വാക്കായിട്ടല്ലേ, പുണ്യവും പാപവും അതൊക്കെ വല്ലതും ഉള്ളതാണ്. എന്നാൽ മോഡേൺ മെഡിക്കൽ സയൻസ് പോലും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ടേമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാപം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന ഫിസിയോളജിക്കലി നമുക്ക് നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന പരിവർത്തനങ്ങളുടെ ബാക്കി വരുന്ന ഡെപ്പോസിറ്റ് വേസ്റ്റാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ഈ ആ ഡെപ്പോസിറ്റഡ് വേസ്റ്റിനെ ഉന്മൂലനം ചെയ്ത് പുറത്ത് വാഷ് ഔട്ട് ചെയ്ത് പുറത്ത് കളയും, ഡീടോക്സിഫൈ ചെയ്ത് കളയും എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇതിൻ്റെ ആ കമ്പാരിസൺ ഇരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണു പാപവും പുണ്യവും ഉണ്ടെന്ന്. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായതേ. എല്ലാ വ്യാധിയും ആദ്യം വ്യാധി എന്ന് നമ്മൾ ഓടിച്ച് പറയും. ഇവിടെ ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ടേം പോലെയാണ്. അതിൽ പറയണ ഈ വ്യാധി എല്ലാത്തരം ദുഃഖങ്ങളും എല്ലാത്തരം അസുഖങ്ങളും നമുക്കുണ്ടാവുന്ന എല്ലാ അസ്വസ്ഥതകളും എല്ലാം രോഗമായിട്ടാണ് കണക്കാക്കിക്കണേ, വ്യാധിയായിട്ടാണ് കണക്കാക്കണേ. അതിൻ്റെ മുഴുവനും മൂലകാരണം മുമ്പ് നമ്മൾ ചെയ്ത പാപമാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. ആ പാപത്തിനെ മുമ്പ് ചെയ്ത പാപത്തിൻ്റെ ഡെപ്പോസിറ്റ് നമ്മളിൽ ഇരിക്കണതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നതെന്ന് അർത്ഥം. ഇതിനെ നമ്മൾ വീണ്ടും ചിന്തിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾ നമ്മളോട് എപ്പോഴും പറയും, ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മനസാ വാച കർമ്മണ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നൊരു സാധനം കിട്ടിയത് മനസാ വാച കർമ്മണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പാപം എന്നാണ്. ഇതിനെ
നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ പാപത്തിൻ്റെ ടേം വച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം. എന്താണ് പാപം എന്നുള്ളത് നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഫലത്തിനെ പറ്റിയിട്ട് വിസ്തരിച്ചിട്ടുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ, ആയുർവേദ ഗ്രന്ഥത്തിൽ, ജ്യോതിഷത്തിലൊക്കെ ആയിട്ട്. അവർ പറയണു, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ ചെയ്യാൻ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ നമ്മുടെ ബ്രെയിനിലുണ്ടാവും. അതൊരു ചെറിയ ബിഗ് ബാങ് ആയിട്ട് സംഭവിക്കും. ആ ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് ന്യൂറോണുകൾ ആവിഷ്കരിക്കപ്പെടും. ആ ന്യൂറോണുകൾ നമ്മൾ കർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ച അവയവത്തിലേക്ക് ന്യൂറോണുകളുടെ ഒരു പ്രവാഹം സംഭവിക്കും. ആ പ്രവാഹം നമ്മൾ ഉദ്ദേശിച്ച പേശിയിൽ എത്തിച്ചേർന്ന് ആ അവയവത്തിൽ, ഇപ്പം നമ്മൾ കൈകൊണ്ട് ഒരാളെ ഇടിക്കാനായിട്ട് ഉദ്യമിക്കുകയാണെങ്കിൽ ആ കൈയിൻ്റെ മുഷ്ടി ചുരുട്ടുന്നതിൽ ഇടിക്കാനുള്ള പ്രഷർ എല്ലാമായിട്ട് മാറുന്നത് ഈ ന്യൂറോണുകൾ അവിടെ ചെന്നെത്തിയിട്ട് അതൊരു കെമിക്കലായിട്ട്, ഒരു എൻസൈമായിട്ട് രൂപപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ആക്ഷൻ നമുക്ക് സാധിക്കുന്നത്. ഇതിനെ മെഡിക്കൽ സയൻസ് 3 തിരിച്ചു വച്ചിട്ടുണ്ട്. ഈ ഇൻറ്റൻഷൻ ഉണ്ടാവുകയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നിടത്ത് അതൊരു ഫിസിയോളജി ആയിട്ട് കൺവേർട്ട് ആവുകയും അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു കോൺഷ്യസ്നെസ് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റിയിട്ട് മെഡിക്കൽ സയൻസിന് നല്ല ധാരണയുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞു, പോസിറ്റീവ് മാനറിലുള്ള ഒരു കോൺഷ്യസ്നെസ് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ഫങ്ഷനെ ഒരു പോസിറ്റീവ് മാനറിലുള്ള ഫങ്ഷനായിട്ട് വിചാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ അയാൾ തോട്ട് പ്രോസസ്സ് അയാളിലേക്ക് കോൺഷ്യസ്നെസ് ആഡ് ചെയ്തത്, ന്യൂറോണിലേക്ക് ആഡ് ചെയ്ത കോൺഷ്യസ്നെസ് അനുസരിച്ചിട്ടാണ് ഈ പേശിയിലുണ്ടാവുന്ന എൻസൈം ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ലളിതാ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന ദേവിയെ നമ്മൾ 3 പേരിട്ട് വിളിക്കുന്നത്. അല്ലയോ ഇച്ഛാശക്തി സ്വരൂപിണി, അല്ലയോ ജ്ഞാനശക്തി സ്വരൂപിണി, ക്രിയാശക്തി സ്വരൂപിണി എന്ന് പറഞ്ഞ് 3 പേരിട്ട് വിളിക്കുന്നത്. അത് പ്രാണൻ്റെ 3 തരത്തിലുള്ള പ്രക്രിയകളെയാണ് അവിടെ വിളിക്കുന്നത്. ഇൻറ്റൻഷൻ ഇങ്ങനെ ചെയ്യാൻ പോണു എന്ന് വിചാരിക്കുമ്പോൾ ഇൻറ്റൻഷൻ ഉണ്ടാവണതിനെ ഇച്ഛാശക്തി എന്നും, അതിലേക്ക് ഞാനിവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വൈര്യത്തോടു കൂടിയിട്ടാണ് എന്ന ഭാവം അതിലേക്ക് ചേർക്കുന്നതിനെ ജ്ഞാനശക്തി എന്നും, അഥവാ വേറെ ഏതോ ഒരു പോസിറ്റീവ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യാൻ പോണതെന്ന് ഭാവം ചേർക്കുമ്പോൾ അതിനനുസരിച്ചും, ഞാൻ എൻ്റെ കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ ഞാൻ ഈ കാര്യം ചെയ്യാൻ പോണത്, അതിനനുസരിച്ച് എൻ്റെ നാക്കുകൊണ്ടാണോ ചെയ്യാൻ പോണത്, അതിനനുസരിച്ച് ആ സ്ഥലത്തേക്കും ഈ പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള എനർജി വന്ന് കയറുന്നു. അതൊരു എൻസൈമായിട്ട് മാറുന്നു. പ്രക്രിയ കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അവിടെ നിന്ന് വിഡ്രോ ചെയ്താലാണ് അടുത്ത പ്രക്രിയകൾക്ക് അവിടെ സ്കോപ്പുള്ളൂ. ബാക്കിലേക്ക് വിഡ്രോ ചെയ്യുന്ന എൻസൈം വീണ്ടും ഉടനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് ശരീരം അതിൻ്റെ പൂർവ്വ നിശ്ചയം അനുസരിച്ച് ശരീരം പറയുകയാണ്, ഈ ബാക്കിലേക്ക് എടുത്ത എൻസൈം പരിപാടി കഴിഞ്ഞിട്ട് കൈയിൻ്റെ പേശിയിൽ നിന്നും പുറകോട്ട് മാറുന്ന എൻസൈം പരിപാടി പോസിറ്റീവ് മാനറിലുള്ളതായിരുന്നെങ്കിൽ, ഭാവാത്മകമായിരുന്നെങ്കിൽ അത് ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലേക്കും ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ശരീരം എല്ലാ സെല്ലുകളിലേക്കും ഓരോ അണുവിലേക്കും സ്വാംശീകരിച്ചുകൊണ്ടുപോയി അതിനെ അവിടെ നിന്ന് ആ ഏരിയയിൽ നിന്ന് മാറ്റി കൊടുക്കും. അപ്പോൾ നമ്മുടെ പേശികൾക്ക് കാലി സ്ഥലം കിട്ടിയിട്ടുണ്ട് അടുത്ത എൻസൈമിന് പ്രവർത്തിക്കാൻ. മറിച്ച് ഋണാത്മകമായിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മൾ ചെയ്തത്, അതിൽ നിന്നുണ്ടായ എൻസൈമാണ്. ആ എൻസൈം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ മുഴുവൻ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ ശരീരം തയ്യാറല്ല. നേരത്തെ അതിനുള്ള കരാറുണ്ട് ശരീരത്തിൻ്റെ. ആ കരാറനുസരിച്ച് ശരീരം പറയും, ഇത് ടോക്സിനാണ്, ഇത് പ്രതികൂല വേദനീയമാണ്. പ്രതികൂല വേദനീയം പാപം, അനുകൂല വേദനീയം പുണ്യം എന്നാണ് സംസ്കൃതത്തിൽ പാപത്തിനും പുണ്യത്തിനും നേരിട്ടുള്ള വിശദീകരണം കൊടുത്തേക്കുന്നത്. അനുകൂല വേദനീയം എന്ന് പറഞ്ഞാൽ ഭാവാത്മകമായത്, പ്രതികൂല വേദനീയം എന്ന് പറഞ്ഞാൽ ഋണാത്മകമായത്. ഋണാത്മകമായ എൻസൈം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിലെ മുഴുവൻ സെല്ലുകളിലേക്കും പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ വിഷം വ്യാപിക്കും. ആ വിഷം എന്ന് പറയുന്ന സാധനത്തിനാണ് പാപം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു വച്ചിട്ടുള്ളത്. നമ്മുടെ ശാസ്ത്രങ്ങൾ അതിനെ പ്രത്യേക ഒരു വേസ്റ്റ് ബിന്നിൽ ശേഖരിക്കുന്നുണ്ടെന്നും ആ വേസ്റ്റ് ബിന്നിൽ ശേഖരിച്ചത് വീണ്ടും ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള, ആ വേസ്റ്റ് ബിന്നിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നത് ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള, ഇനിയും അതേപോലത്തെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമായി മാറിക്കൊണ്ട് വാസനാബലം എന്ന പേരിൽ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് ബിന്നിൽ
ഏതോ ഭാഗങ്ങളിലൊക്കെ ഈ വിഷം അഥവാ പാപം ശേഖരിക്കപ്പെടും. അത് വീണ്ടും വീണ്ടും നമുക്ക് ഇൻറ്റൻഷൻ തന്നുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവ് കാര്യം ഇനിയും ചെയ്യാമോ, നല്ല രസമുണ്ടായിരുന്നു, അത് വീണ്ടും ചെയ്യും നമുക്ക് പ്രേരണ തരാൻ തുടങ്ങും. ആ പ്രേരണ തരുന്നതിനാണ് നമ്മൾ വാസനാബലം എന്ന് പറയുന്നത്. ആ വാസനാബലം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് ഈ രുദ്രാക്ഷധാരണം നമ്മളെ സഹായിക്കും എന്ന് പറയുന്നു. ഈ ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ തങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും രുദ്രാക്ഷം എന്ന് പറയുന്നു. അങ്ങനെ ആ വാസനാബലം ഇരുന്ന് അതിൽ നിന്ന് വീണ്ടും നമ്മൾ അതേപോലുള്ള നെഗറ്റീവായിട്ടുള്ള ഋണാത്മകമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യുകയും അതിന് വീണ്ടും സ്റ്റോറേജ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അങ്ങനെ അത് കൂടി വരാൻ തുടങ്ങും. അങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സംസ്കാരമായിട്ടത് മാറി എന്ന അവസ്ഥയിലേക്ക് എത്തും. വാസനാബലത്തിൽ നിന്ന് സംസ്കാരത്തിലേക്ക് മാറിപ്പോവും. ഈ സംസ്കാരത്തിനെ കട്ട് ചെയ്ത് കളയുന്നതിനെ പറ്റി ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ധാരാളമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു ഉപായമാണ് രുദ്രാക്ഷധാരണം. നമ്മളെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമാണ് രുദ്രാക്ഷധാരണം. നമ്മുടെ ഫിസിയോളജിയെ കറക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് രുദ്രാക്ഷത്തിൻ്റെ പ്രവർത്തനം. ഇങ്ങനെ നമുക്ക് പുണ്യം വർദ്ധിക്കുകയും പാപം ശോഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മളിൽ ആധ്യാത്മിക ഉത്കർഷം ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് ആ കോൺഷ്യസ് ലെവലിൽ നമ്മുടെ ബോധതലത്തിൽ വികാസം ഉണ്ടാവുകയും ചെയ്യും. രുദ്രാക്ഷം ആധ്യാത്മിക വസ്തുവാണെന്ന് പറയുമ്പോൾ ആ ആധ്യാത്മികത എന്ന് പറയുന്നതിന് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നുള്ള അർത്ഥം എടുത്തു നോക്കിയാൽ മതി. എന്താണോ ആധ്യാത്മികത ഈ മൊമെൻറ്റിനെ സംബന്ധിക്കുന്നത് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം, നമ്മളിലൊരു ടോക്സിൻ ഉണ്ടാകുന്നു, ഒരു ദോഷത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യാനായിട്ട് ഒരു മോഡറേറ്ററായിട്ട് രുദ്രാക്ഷത്തിൻ്റെ കോൺഷ്യസ്നെസ് നിൽക്കുന്നു. അത് നമ്മളിൽ പാപം സംഭവിക്കാതിരിക്കാൻ കട്ട് ചെയ്യുന്നു. നമ്മളിൽ പുണ്യം സംഭവിക്കേണ്ട സമയത്ത് അതിനെ ഒന്നും കൂടി ഉത്സാഹിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനങ്ങളിൽ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഓരോ ചലനങ്ങളിലും പോസിറ്റീവായ ഒരു സൂപ്പർവേഷൻ നടക്കുന്നു എന്ന സംഭവം വരുന്നതാണ് രുദ്രാക്ഷധാരണത്തിൻ്റെ ആധ്യാത്മികത.